പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, എവരെയും മോറിയ മിനിസ്ട്രിയുടെ ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-1 തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. പ്രൈസലോ. നമ്മളെല്ലാം ഇങ്ങനെ ആണ് ചിന്തിക്കുന്നത്. ഞാൻ ഇന്നത് ചെയ്തതുകൊണ്ട് ദൈവം എന്നെ ശിക്ഷിക്കും, ഇന്നത് പ്രവർത്തിച്ചത് കൊണ്ട് ദൈവം എന്നെ ശിക്ഷിക്കും. എല്ലാം ശിക്ഷിക്കും. ശിക്ഷയാണ്, ശാപമാണ്, ബന്ധനമാണെന്ന് പറയുന്ന അനേകരുടെ ലോകത്തിൽ അവരെ ഇടയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കർത്താവ് യേശു മിശിഹ ശിക്ഷിക്കാനല്ല വന്ന്, രക്ഷിക്കാനാ. കുരിശിൽ മരിച്ച് ഉയർത്ത് രക്ഷിച്ച ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ ചില സമയത്ത് മറന്നുപോകും. ചില സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, ചില കഷ്ടതകൾ വരുമ്പോൾ ശിക്ഷയാണ് എന്ന് വയ്ക്കും. അങ്ങനെയാണെങ്കിൽ ദൈവം ശിക്ഷിക്കണമെങ്കിൽ ആദ്യം ശിക്ഷിക്കേണ്ടത് കർത്താവിന്റെ ഇടത്തും വലത്തും കുരിശുമരണ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ, നമ്മളതിനെ നല്ല കള്ളൻ എന്നാണ് നമ്മൾ ആ ഒരു കള്ളനെ വിളിക്കുന്നത്. ആ കള്ളൻ കർത്താവ് ഈശോ മിശിഹായുടെ അടുത്ത് പറഞ്ഞു, നീ സ്വർഗത്തിലേക്ക് പോകുമ്പോ എന്നെ ഒന്ന് ഓർക്കണേ. കർത്താവ് അവൻ ഓർക്കണേ എന്ന് പറഞ്ഞതേ ഉള്ളു. കർത്താവിന്റെ കുരിശിനോട് അവൻ ഐക്യപ്പെട്ട് ആ നിമിഷം കർത്താവ് അവനെ സ്വർഗത്തിലേക്ക് വിളിച്ചോണ്ട് പോയി. പ്രൈസലോ. ഇതാണ് കർത്താവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല. പ്രൈസലോ. ഹല്ലേലൂയ. അങ്ങനെയാണ് ശിക്ഷിക്കണമെങ്കിൽ ആദ്യം ശിക്ഷിക്കുന്നത് ഇവരെയാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ സക്യൂസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ, എന്താണ് ടാക്സ്, നമ്മളത്തെ ഇന്നത്തെ സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ, ടാക്സ് ഒക്കെ മാറ്റി പുതിയ സമ്പ്രദായത്തിലേക്കൊക്കെ വന്നപ്പോൾ നമുക്ക് GST, നമുക്കറിയാം GST ഒക്കെ ഇരട്ടി പിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ സക്യൂസ്. ഈ സക്യൂസ് കർത്താവിനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചപ്പോൾ കർത്താവ് സക്യൂസിന്റെ ഭവനത്തിലേക്ക് ചെന്നു. ആ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാ കർത്താവ് അവിടെ പറഞ്ഞു. സക്യൂസിനെ അവിടെ ചെന്നിട്ട് വിരട്ടിയില്ല. നീ വലിയ കൊള്ളക്കാരനാണ്, നീ വലിയ പിടിച്ചുവഴിക്കാരനാണ്, നീ മോശക്കാരനാണ്, ഒന്നും കർത്താവ് സക്യൂസിനോട് പറഞ്ഞില്ല. സക്യൂസ് കർത്താവിനോട് ഐക്യപ്പെട്ടപ്പോൾ അവിടുന്ന് സകല ശിക്ഷാവിധികളിൽ നിന്ന് കർത്താവ് വിടുവിച്ചിട്ട് പറഞ്ഞ്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ലൂക്ക 19:9 തിരുവചനം. അങ്ങനെ വേദപുസ്തകം നമ്മൾ പൂർണ്ണമായിട്ട് പരിശോധിച്ചാൽ ഐക്യപ്പെടുന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവം. ഐക്യപ്പെടണം. എന്താണ് ഐക്യപ്പെടണം? യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ച എന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തോട് ചേരുമ്പോൾ ദൈവം നിന്നെ ഏത് മേഖലയിലാണോ അവിടുന്ന് മോചിപ്പിക്കും. ബൈബിളിൽ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, ലോകം മുഴുവനും അവളെ സൃഷ്ടിക്കാനായിട്ട് അവിടെ വന്നപ്പോൾ കർത്താവ് ഈശോ മിശിഹ അവളെ രക്ഷിക്കാനായി ആ സമയത്ത് വന്നു, അവളെ സഹായിച്ചു. അവളുടെ അടുത്ത് പറഞ്ഞു, എന്താണ് മോളെ, മേലിൽ പാപം ചെയ്യരുത്. ഇതാണ് കർത്താവിനോട് ചേരുന്നവരോട് കർത്താവ് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, മേലിൽ പാപം ചെയ്യരുത്. അവൻ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവം. നമ്മളെ ഒരു ശിക്ഷിക്കുന്ന ദൈവമല്ല, നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമല്ല. അങ്ങനെയാണെങ്കിൽ കിണറ്റിൻകരയിൽ കാത്തിരുന്നു രക്ഷിക്കുവോ ദൈവം? ആ സ്ത്രീയോട് സംസാരിക്കാൻ വേണ്ടി കിണറ്റിൻകരയിൽ കാത്തിരുന്ന ദൈവം അവളെ രക്ഷിക്കുന്നു. രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് നാം ആഴത്തിൽ വിശ്വസിക്കണം. കർത്താവിന്റെ കുരിശോട് ഐക്യപ്പെടുമ്പോൾ കഷ്ടതകൾ അനുഗ്രഹമാക്കുന്നത്. അതാണ് പറഞ്ഞ കുരിശൊരു കഷ്ടതയാണ്, കുരിശൊരു വേദനയാണ്, ഒരു നൊമ്പരമാണ്, നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. അത് ആ കുരിശോട് ഐക്യപ്പെടുന്നവരെല്ലാം ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം നമ്മളെ മോചിപ്പിക്കുമെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-1 തിരുവചനം നമ്മൾ എഴുതുന്നു. കർത്താവിന്റെ ക്രൂശിനോട് ചേരുന്നവർക്ക് ശിക്ഷാവിധിയില്ല, അനുഗ്രഹമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു പൊന്നു തമ്പുരാന്റെ മുമ്പിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. ഈ ശക്തിയാൽ കർത്താവിനോട് ഐക്യപ്പെട്ട് സ്നേഹത്തിൽ നമുക്ക് ജീവിക്കാനുള്ള വൻ കൃപ നമുക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശുദ്ധ കുരിശോട് ഐക്യപ്പെട്ട് ജീവിച്ച് വിശുദ്ധ കുരിശിൽ സംരക്ഷണം തേടിക്കൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഈ കുരിശിന്റെ ശക്തിയാൽ അവിടുന്ന് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി അവിടുന്ന് മുറിവുകളാൽ ഏറ്റവൻ 5 തിരുമുറിവുകളുടെ യോഗ്യതയാൽ അവിടുന്ന് ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയാൽ എനിക്ക് ഐക്യപ്പെട്ട് ജീവിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന, ഞാൻ ശിക്ഷയിലാണെന്ന് ചിന്തിക്കുന്ന, എന്നെ ശിക്ഷിക്കുമെന്നുള്ള ചിന്തയിൽ നിന്ന് മോചനം നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് നിറഞ്ഞു മോചനത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.